ഹായ് ഹലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ് ആണ്. ഒരു എസ്സേ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ്. ഗ്ലോക്കോമ എന്താണെന്നുള്ളത് പലപ്പോഴും ഡെഫിനിഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒഫ്താലിലാണ് കൂടുതലായിട്ട് പഠിക്കുക, അടുത്ത വർഷമാണ് കൂടുതലായിട്ട് പഠിക്കുക. ഇതിൽ ഗ്ലോക്കോമ ആസെറ്റ് പറയുമ്പം നമ്മളെപ്പോഴും പറയാം ഇൻക്രീസ്ഡ് ഇൻട്രാ ഒക്കുലാർ പ്രഷർ എന്നാണ് പറയുക, IOP കൂടുന്നതാണെന്നാണ് പറയുക. പക്ഷേ റാദർ ദാൻ ദാറ്റ് IOP കൂടണം എന്നൊന്നുമില്ല. നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ ഉണ്ട്, അതുപോലെ തന്നെ വേറെ പലതരം ഗ്ലോക്കോമ ഉണ്ട്. IOP നോർമൽ ആണെങ്കിൽ പോലും ഗ്ലോക്കോമ എന്ന് നമ്മൾ വിളിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. സോ ഗ്ലോക്കോമ ആസെറ്റ് ഇൻക്രീസ്ഡ് IOP എന്നൊരു ഡെഫിനേഷനിലോട്ട് നിങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റാദർ ദാൻ ദാറ്റ് ഒപ്റ്റിക് നെർവിൻ്റെ ഡാമേജ് വരിക എന്നുള്ളതാണ്. അതിൻ്റെ മെക്കാനിക്കൽ കോസായിട്ട് നിങ്ങൾക്ക് ഇൻക്രീസ്ഡ് ഇൻട്രാ ഒക്കുലാർ പ്രഷർ എന്ന് പറയാം. സോ പ്രോഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക് നെർവിൻ്റെ ഡാമേജ് ആണ് ബേസിക്കലി ഗ്ലോക്കോമ എന്ന് പറയുന്നത്. പല കോസസുകൾ, പല ടിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിൽ ഒന്നാണ്, അതിലേറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് മെക്കാനിക്കൽ കോസ് ആയിട്ടുള്ള ഇൻക്രീസ്ഡ് ഇൻട്രാ ഒക്കുലാർ പ്രഷർ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഐ ആണെന്നുണ്ടെങ്കിൽ ഈ ഐയിൽ ഇവിടെ ഉള്ളിൽ പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ഒപ്റ്റിക് നെർവിന് കംപ്രഷൻ സംഭവിക്കും ഉള്ളിൽ നിന്ന് പ്രഷർ വരുമ്പോൾ. അങ്ങനെ ഉണ്ടാകുന്ന ഒപ്റ്റിക് നെർവ് ഡാമേജിന് ഗ്ലോക്കോമ എന്ന് നമ്മൾ പറയും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും. സോ ഇവിടെ കോമൺലി അസോസിയേറ്റഡ് വിത്ത് റേസ്ഡ് ഇൻട്രാ ഒക്കുലാർ പ്രഷർ മോർ ദാൻ 21 mmHg. അപ്പോൾ നിങ്ങളിപ്പം നോക്കേണ്ടത് നോർമൽ IOP എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എപ്പോഴും IOP റേസ്ഡ് ആകണം നിർബന്ധമില്ല. നോർമൽ ടെൻഷൻ ഗ്ലോക്കോമയുണ്ട്. ഇവിടെ എറ്റിയോളജി മൾട്ടി ഫാക്ടോറിയലാണ്, ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഇവർക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എവിടെ പഠിക്കണം? ഒഫ്താലിലാണ് പഠിക്കുക. നമ്മളിപ്പം പറഞ്ഞു IOP കൂടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അക്വസ് ഹ്യൂമറാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അക്വസ് ഹ്യൂമറിൻ്റെ ഫോർമേഷൻ കൂടുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ അക്വസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജ് കുറയുന്നത് കൊണ്ടാകാം. ഒന്നെങ്കിൽ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. സോ എങ്ങനെയാണ് അക്വസ് ഹ്യൂമർ നോർമലി ഫിസിയോളജിക്കലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്? ഫോർമേഷനെ കുറിച്ച് അറിയണം. എങ്ങനെയാണ് അക്വസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജ് നടക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. ആദ്യം നമ്മൾ ഫോർമേഷനെ കുറിച്ച് പറയാം. ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ബേസിക്കലി ഉണ്ടാകുന്നത് സീലിയറി ബ്ലഡ് വെസൽസിൽ നിന്നാണ്. സീലിയറി ബോഡിയുടെ മേലെ ബ്ലഡ് വെസൽസ് ഉണ്ടാവും, സീലിയറി ബ്ലഡ് വെസൽസ്. ഈ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ നിന്നാണ് ബ്ലഡിൻ്റെ ആഫ്റ്റർ ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ് അക്വസ് ഹ്യൂമർ. ഈ അക്വസ് ഹ്യൂമർ ബൈ ഫിൽട്രേഷൻ ഓഫ് പ്ലാസ്മ, ഡിറൈവ്ഡ് ഫ്രം ദി ഫിൽട്രേഷൻ ഓഫ് പ്ലാസ്മ. അങ്ങനെ ഉണ്ടായ അക്വസ് ഹ്യൂമറിന് ഡ്രെയിനേജ് ചെയ്യാൻ ബേസിക്കലി 2 പാത്വേസ് ഉണ്ട്. ഒന്ന് ട്രബക്കുലാർ ഔട്ട്ഫ്ലോ, സെക്കൻഡ് വൺ ഈസ് ഉവ്യോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ. ട്രബക്കുലാറും ഉവ്യോസ് ക്ലിയറലും ഇപ്പം തന്നെ പഠിക്കും. ഒന്ന് ട്രബക്കുലാർ ഔട്ട്ഫ്ലോ, പിന്നെ ഒന്ന് ഉവ്യോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ. രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും മേജർ ആയിട്ടുള്ള പാത്വേ എന്ന് പറയുന്നത് ട്രബക്കുലാറാണ്, മൈനർ പാത്വേ ആണ് ഉവ്യോസ് ക്ലിയറൽ. ട്രബക്കുലാർ പാത്വേയിലെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ട്രബക്കുലാർ മെഷ് വർക്കാണ്. ഒരു നെറ്റ് പോലത്തെ ട്രബക്കുലാർ മെഷ് വർക്ക് ഉണ്ട്. അതിലൂടെയാണ് ഈ ഈ അക്വസ് ഹ്യൂമർ പാസ് ചെയ്യാം. എന്നിട്ട് കനാൽ ഓഫ് സ്ക്ലെം എന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ ചിത്രം നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ചിത്രം വരും, ഡയഗ്രാം നമുക്ക് കാണിക്കാം. അപ്പോൾ 2 പാത്വേ ഉണ്ട് എന്നാലോചിക്കുക, പേര് ആലോചിച്ച് വെക്കുക. ഒന്ന് ട്രബക്കുലാർ ഔട്ട്ഫ്ലോ, ഒന്ന് ഉവ്യോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ. സോ ഫോർമേഷൻ ഫ്രം ദി സീലിയറി ബ്ലഡ് വെസൽ ബൈ ദി ഫിൽട്രേഷൻ ഓഫ് ദി പ്ലാസ്മ. Drainage by 2 methods: trabecular pathway, obvious scleral pathway. Trabecular pathway is the major pathway, obvious scleral pathway minor pathway ആണ്. റെഡി അല്ലേ? അപ്പം സീലിയറി ബോഡിയിൽ നിന്ന്, സീലിയറി ബ്ലഡ് വെസലിൽ നിന്ന് ഉണ്ടായ ഈ അക്വസ് ഹ്യൂമർ ആദ്യം പോസ്റ്റീരിയർ ചേംബറിലോട്ടാണ് വരിക. ഇതാണല്ലോ സീലിയറി ബോഡി. യു നോ ദാറ്റ് ദിസ് ഈസ് സീലിയറി ബോഡി, ദിസ് ഈസ് ഐറിസ് അല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ ഉള്ള ബ്ലഡ് വെസലിൽ നിന്ന് ഇത് ഉണ്ടായിട്ട് ഫിൽട്രേഷനിലൂടെ ഉണ്ടായിട്ട് അത് ആദ്യം പോസ്റ്റീരിയർ ചേംബറിലാണ് വരിക. ത്രൂ ദി ഇതെന്താണ് പ്യൂപ്പിൾ അല്ലേ, അതിലൂടെ പ്യൂപ്പിളറി ഓപ്പണിങ്ങിലൂടെ അത് ആൻറ്റീരിയർ ചേംബറിലോട്ട് വരും. ദിസ് ഈസ് പോസ്റ്റീരിയർ ചേംബർ. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇത് ആൻറ്റീരിയർ സെഗ്മെൻറ്റാണ്. ശ്രദ്ധിക്കണേ, ആൻറ്റീരിയർ സെഗ്മെൻറ്റാണ്. അപ്പോൾ ഏതാ പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്? ബിഹൈൻഡ് ദി സെഗ്മെൻറ്റ് കേട്ടോ. സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബിഹൈൻഡ് ലെൻസാണ്. എന്നാൽ ഐറിസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പ്യൂപ്പിളിൻ്റെ ബാക്കിൽ എന്താണ്? ആൻറ്റീരിയർ ചേംബറും പോസ്റ്റീരിയർ ചേംബറും. മാറിപ്പോകരുത്, സെഗ്മെൻറ്റും ചേംബറും മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ സീലിയറി ബോഡിയിൽ നിന്നുണ്ടായിട്ട് പോസ്റ്റീരിയർ ചേംബറിലോട്ട് കടന്നു. പോസ്റ്റീരിയർ ചേംബറിൽ നിന്ന് ത്രൂ പ്യൂപ്പിളിലൂടെ ആൻറ്റീരിയർ ചേംബറിലോട്ട് എത്തി. മെജോറിറ്റി 90% ട്രബക്കുലാർ ഔട്ട്ഫ്ലോ വഴി പോകും, ഡ്രെയിനേജ് ചെയ്യും. ഉവ്യോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ വഴി 10% ആണ് പോകുക. ഇനി എന്താണ് ഗ്ലോക്കോമ? ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഫോർമേഷൻ ഓഫ് ദി അക്വസ് ഹ്യൂമർ കൂടുന്നതാകാം, അല്ലെങ്കിൽ ഡ്രെയിനേജ് കുറയുന്നത് കൊണ്ടാകാം.
ഫോർമേഷൻ കൂടുന്ന കണ്ടീഷനാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് നമ്മൾ പൊതുവെ പറയാം. അതിൻ്റെ മെക്കാനിസം ഞാൻ പറഞ്ഞുതരും. എന്താണ് അവിടെ ആംഗിൾ എങ്ങനെ ഓപ്പൺ ആയി, എങ്ങനെ ആംഗിൾ ക്ലോസ്ഡ് ആയി. വേറൊരു കേസിലെ ഡ്രെയിനേജ് കുറയുന്നുണ്ട്, ഡ്രെയിനേജ് കുറയാണ്. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയിൽ സംഭവിക്കുന്നത് ഡ്രെയിനേജ് കുറയാണ്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ സംഭവിക്കുന്നത് അക്വസ് ഹ്യൂമറിൻ്റെ ഫോർമേഷൻ കൂടുകയാണ്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ഈ പരിപാടികൾ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെൻസ് കാണുന്നില്ലേ, ഇതാ നിങ്ങൾക്ക് ഐറിസ് കാണുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് ഇവിടെ സീലിയറി മസിൽ, സീലിയറി ബോഡി കാണുന്നില്ലേ, ഇതാണ് സീലിയറി ബോഡി, അതിൻ്റെ ഉള്ളിലാണ് സീലിയറി മസിൽ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് സീലിയറി വെസൽസ് കാണുന്നുണ്ട്. ഇവിടുന്ന് ഫിൽട്രേഷൻ വഴി നമ്മുടെ അക്വസ് ഹ്യൂമർ ഫോം ചെയ്യുന്നു. ഇതാണ് പോസ്റ്റീരിയർ ചേംബർ. അവിടുന്ന് പിന്നെ പ്യൂപ്പിൾ വഴി ആൻറ്റീരിയർ ചേംബറിലോട്ട് എത്തുന്നു. അവിടുന്ന് ആൻറ്റീരിയർ ചേംബറിൽ നിന്ന് 2 പാത്തേഴ്സ്, ഒന്ന് ഇതാ ട്രബക്കുലാർ ഔട്ട്ഫ്ലോ, ഒന്നെന്താ അതിങ്ങനെ സീലിയറി മസിലിലേക്ക് തന്നെ കയറിയിട്ട് എബോവ് ദി സീലിയറി സുപ്രാ കൊറോയിഡൽ സ്പേസിലോട്ട് കയറും. അതാണ് ഉവ്യോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ. ഈ പറയുന്ന ട്രബക്കുലാർ ഔട്ട്ഫ്ലോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് കനാൽ ഓഫ് സ്ക്ലെംസ് കനാൽ. ആലോചിച്ച് വെക്കുക. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇതിലിവിടെ നമ്പർ ഇട്ട് കണ്ടോ, സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാർമക്കോളജിയാണ്. അപ്പോൾ ഈ സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ എന്ന് പറയുന്ന മസിൽ, ആ മസിൽ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇപ്പോൾ ഇതൊരു ആംഗിൾ കണ്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു ഐറിഡോ കോർണിയൽ ആംഗിൾ കണ്ടില്ലേ, ദിസ് ഈസ് ഐറിസ് അല്ലേ, ഐറിഡോ കോർണിയൽ ആംഗിൾ കണ്ടില്ലേ. ഈ ആംഗിൾ ഇപ്പോൾ ഓപ്പൺ ആണ്. ഇത് ഓപ്പൺ ആയി നിൽക്കാൻ കാരണം എന്താ, ഈ സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ എന്താണ്, ഈ മസിൽ പ്രോപ്പർലി ഇങ്ങനെ കൺട്രാക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പ്യൂപ്പിലറി സൈസ് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് മിയോസിസും ഉണ്ടാ, മിഡ്രിയാസിസും ഉണ്ട്. ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. മിഡ്രിയാസിസ് ഡി ഉണ്ട്, അപ്പോൾ ഡയലേഷനാണ് അല്ലേ, പ്യൂപ്പിലറി ഡയലേഷനാണ്. ഇതെന്താണ്, കൺസ്ട്രിക്ഷനാണ്. അപ്പോൾ ഒരു സാധനം കൺസ്ട്രിക്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ മസിൽസ് കൺസ്ട്രിക്റ്റഡ് ആണ് അല്ലേ, സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ കൺസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ബേസിക്കലി സ്ഫിങ്ക്ടർ പ്യൂപ്പിലെയും ഡയലേറ്റർ പ്യൂപ്പിലെയും ഉണ്ട്. ഡയലേറ്റർ പ്യൂപ്പിലെ കൺസ്ട്രിക്ട് ചെയ്താൽ ഡയലേഷൻ ഓഫ് ദി പ്യൂപ്പിൾ സംഭവിക്കും, എന്ന് പറഞ്ഞാൽ മിഡ്രിയാസിസ് ഉണ്ടാകും. സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ കൺസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് മിയോസിസ് അല്ലെങ്കിൽ കൺസ്ട്രിക്ഷൻ ഉണ്ടാകും. ശരിയല്ലേ? സോ പ്യൂപ്പിലറി കൺസ്ട്രിക്ഷൻ ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നോക്കൂ, ഇത് പ്യൂപ്പിളാണ് അല്ലേ, ഇതൊരു പ്യൂപ്പിൾ, നോർമൽ പ്യൂപ്പിൾ, ഇത് കൺസ്ട്രിക്റ്റഡ് പ്യൂപ്പിൾ, ഡയലേറ്റഡ് പ്യൂപ്പിൾ. ആലോചിച്ച് നോക്കൂ, ഡയലേറ്റഡ് പ്യൂപ്പിളിൽ വർക്ക് ചെയ്യുന്ന മസിൽ ഏതാ, ഡയലേറ്റഡ് പ്യൂപ്പിളിലെ. ശരിയല്ലേ? അത് വർക്ക് ചെയ്തുകൊണ്ടാണ്. സ്ഫിങ്ക്ടർ പ്യൂപ്പിളിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ഫിങ്ക്ടർ അല്ലേ, സ്ഫിങ്ക്ട്രിക് ആക്ഷൻ ഉണ്ടാവും സ്ഫിങ്ക്ടർ പ്യൂപ്പിളിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു മസിൽ ഉണ്ടല്ലോ, സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ എന്ന് പറയുന്ന മസിൽ, അത് കൺസ്ട്രിക്റ്റ് ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്, പ്യൂപ്പിലറി കൺസ്ട്രിക്ഷനാണ്. ഇഫ് ഇറ്റ് ഈസ് ഡയലേറ്റഡ്, ആ മസിൽ ഡയലേറ്റഡ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതാണ് കൺസ്ട്രിക്റ്റഡ് സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ. അപ്പോൾ ഇത് ഡയലേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുക എന്നറിയോ, ഇത് കുറച്ചിങ്ങനെ വീതിയിലാണ് ഉണ്ടാകുക. കണ്ടോ, മസിൽ കുറച്ച് വീതിയിലാണ് ഉണ്ടാകുക. അങ്ങനെ വീതിയിലായിട്ട് മസിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഐറിഡോ കോർണിയൽ ആംഗിൾ ക്ലോസ്ഡ് ആവാൻ തുടങ്ങിയില്ലേ, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഈ ഡ്രെയിനേജ് പ്രോപ്പറായി നടക്കുമോ ഇല്ല. കാരണം ഈ ട്രബക്കുലാർ മെഷ്വർക്കിനെ ഈ മസിൽ ഇങ്ങനെ തടയുന്ന പോലെ ആകും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കില്ല, ഡ്രെയിനേജ് നടക്കില്ല. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് വെക്കുക. അങ്ങനെയാണ് ഇവിടെ മെക്കാനിസംസ് ഓരോ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഡയലേഷനെ തടയാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ആലോചിച്ച് നോക്ക്. ഈ ഡയലേഷനെ തടയാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഇവനെ കൺസ്ട്രിക്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഇവനെ കൺസ്ട്രിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ കൺസ്ട്രിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ കൺസ്ട്രിക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾസ് കൺസ്ട്രിക്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ. കൺട്രാക്ട് ചെയ്യുമ്പോൾ സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾസ് കൺസ്ട്രിക്ട് ചെയ്തു എന്നർത്ഥം. പ്യൂപ്പിൾസ് കൺസ്ട്രിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിയോസിസ് നടന്നു എന്നർത്ഥം. അപ്പോൾ നീ ഇവിടെ ശരിക്കും കൊടുക്കേണ്ട മരുന്ന് എന്താ, മിയോട്ടിക്സ് ആണ്. മനസ്സിലായി? ഇങ്ങനെയാണ് ഗ്ലോക്കോമ ഡ്രഗ്സ് വർക്ക് ചെയ്യുന്നത്. ബൈ മിയോസിസ് ഈ ആംഗിള് എന്തായി പോയി കിട്ടി. മനസ്സിലായോ? ഈ ആംഗിള് ക്ലോസ്ഡ് ആംഗിൾ ഓപ്പൺ ആയി കിട്ടുന്നു. മനസ്സിലായോ? അപ്പം മിയോട്ടിക് ഡ്രഗുകൾ കൊടുത്താൽ സ്ഫിങ്ക്ടർ പ്യൂപ്പിലെ കൺട്രാക്ട് ചെയ്തിട്ട് പ്യൂപ്പിൾസ് കൺസ്ട്രിക്ട് ചെയ്യും. കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ ഈസ് കോൾഡ് മിയോസിസ്. അപ്പം നീ കൊടുക്കുന്ന മരുന്നിൻ്റെ പേര് മിയോട്ടിക്സ്. ആ മിയോട്ടിക്സ് ആയിരുന്നു കോളിനർജിക് ഡ്രഗുകൾ. പഠിച്ചില്ലേ നമ്മൾ, ANS പഠിച്ചതല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ഓരോ മെക്കാനിസം. ഇനി ഇതിൽ 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇട്ടതാരെ, സീലിയറി മസിൽ. നിങ്ങളിങ്ങനെ തന്നെ ആലോചിച്ച് വെക്കുക. ഇവിടെ സീലിയറി മസിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെങ്ങായി ഇവിടെ ഒരു സ്ക്ലിയറൽ സ്പറൊക്കെ വരാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. നിങ്ങളിപ്പോൾ ഈ ചിത്രം ആലോചിച്ച് വെക്കുക. ഈ സീലിയറി മസിൽ ഇങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇത് ബാക്കിക്ക് വലിക്കും
ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റിസപ്റ്റേഴ്സിൻ്റെ ലൊക്കേഷനാണ്. നമ്മൾ സീലിയറി ബോഡി എടുക്കുന്ന സമയത്ത് സീലിയറി എപ്പിത്തീലിയം ഉണ്ടാകും. കാരണം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ദി അക്വസ് ഹ്യൂമർ. അപ്പോൾ സീലിയറി എപ്പിത്തീലിയത്തിൽ യു ഹാവ് 2 receptors. One is beta-2 receptors, one is alpha-2 receptors. ബീറ്റ-2 റിസപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ദേ വിൽ ഇൻക്രീസ് സെക്രീഷൻ. ആൽഫ-2 റിസപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ദേ വിൽ ഡിക്രീസ് സെക്രീഷൻ. നമ്മൾ പറഞ്ഞു അക്വസ് ഹ്യൂമറിന് നമുക്കിപ്പോൾ ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സാണ് പഠിക്കാൻ പോകുന്നത്. ഗ്ലോക്കോമ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അക്വസ് ഹ്യൂമർ ശരീരത്തിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ കൂടരുത്. അപ്പോൾ എന്ത് സംഭവിക്കണം? അക്വസ് ഹ്യൂമർ കുറയണം. അക്വസ് ഹ്യൂമർ കുറയണം എന്നുണ്ടെങ്കിൽ അക്വസ് ഹ്യൂമറിൻ്റെ സെക്രീഷൻ കുറയണം. അപ്പോൾ അക്വസ് ഹ്യൂമറിൻ്റെ സെക്രീഷൻ കുറയണം എന്നുണ്ടെങ്കിൽ നീ കൊടുക്കേണ്ട ഒരു മരുന്ന് എന്താ? ബീറ്റ ബ്ലോക്കറാ. ഒരു മരുന്ന് കിട്ടി. നീ കൊടുക്കേണ്ട വേറൊരു മരുന്ന് എന്താ? ആൽഫ-2 അഗോണിസ്റ്റാ. റെഡി അല്ലേ? മനസ്സിലായോ? ഇവിടെ ബ്ലോക്കർ കൊടുക്കണം. കാരണം എന്താണ്? ദേ വിൽ ഇൻക്രീസ് സെക്രീഷൻ. ബീറ്റ-2 റിസപ്റ്റേഴ്സ് വഴി സെക്രീഷൻ കൂട്ടും. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബീറ്റ ബ്ലോക്കർ കണ്ടോ, ടിമലോൾ പോലത്തെ ബീറ്റ ബ്ലോക്കർ കൊടുക്കാം. ഇനി ആൽഫ-2 അഗോണിസ്റ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക? അഗോണിസ്റ്റാണ് വേണ്ടത്. കാരണം ആൽഫ-2 റിസപ്റ്റേഴ്സ് സെക്രീഷൻ കുറയ്ക്കുക ചെയ്യുക. അതന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആൽഫ-2 സെക്രീഷൻ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ബ്രിമോണിഡിൻ പോലത്തെ ആൽഫ-2 അഗോണിസ്റ്റുകൾ കൊടുക്കുക. റെഡിയാണോ? ഇനി സീലിയറി വെസൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന സീലിയറി വെസൽസിൽ നിന്നാണ് ആരുണ്ടാകുന്നത്? ഫിൽട്രേഷൻ വഴി അക്വസ് ഹ്യൂമർ ഉണ്ടാകുന്നത്. സീലിയറി വെസൽസിൻ്റെ മേലെ ആൽഫ-1 റിസപ്റ്റേഴ്സ് ആയിരിക്കും. ദേ വിൽ കോസ് വാസോ കൺസ്ട്രിക്ഷൻ. ശരിയല്ലേ? നമ്മൾ പഠിച്ചതല്ലേ ANS-ൽ പ്രോപ്പറായി പഠിച്ചതല്ലേ ആൽഫ-1നെ കുറിച്ച്. അപ്പോൾ അവിടെ ആൽഫ-1 റിസപ്റ്റേഴ്സ് ആണ്. അവരെന്താ ചെയ്യുക? അവർ പൊതുവെ പ്രൊഡക്ഷൻ കുറയ്ക്കുക ചെയ്യുക. വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടായാൽ പ്രോപ്പർ ഫിൽട്രേഷൻ നടക്കില്ല. അപ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ വഴി പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ആൽഫ-1 റിസപ്റ്റേഴ്സ് വഴി ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ഗിവിങ് ആൽഫ-1 അഗോണിസ്റ്റ്, അപ്പോൾ നിനക്കിപ്പോൾ ഇവിടെ ആൽഫ-1 അഗോണിസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? പ്രൊഡക്ഷൻ കുറയുക ചെയ്യുക. അങ്ങനെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അത് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗാണ്. അതിൻ്റെ എക്സാമ്പിളാണ് അഡ്രിനാലിനും അതുപോലെ തന്നെ ആൽഫ-1 അഗോണിസ്റ്റുകൾ. വേറെ കുറേ ആൾക്കാരെ നീ പഠിക്കുക, അഡ്രിനാലിൻ ഡെറിവേറ്റീവ്സുകൾ. ഓക്കെ. ഇനി സീലിയർ എപ്പിത്തീലിയത്തിലുള്ള വേറൊരു എൻസൈമാണ് കാർബോണിക് അൻഹൈഡ്രേസ്. അതെന്താ ചെയ്യുക? സെക്രീഷൻ കൂട്ടുക ചെയ്യുക. കാർബോണിക് അൻഹൈഡ്രേസ് സെക്രീഷൻ കൂട്ടുക ചെയ്യുക. അപ്പോൾ നിനക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. മനസ്സിലായോ? അതുപോലെ തന്നെ സീലിയറി മസിലിൻ്റെ മേലെ ഇവിടെ ഉള്ള റിസപ്റ്ററാണ്. സീലിയറി മസിലിൻ്റെ മേലെ M3 റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ M3 റിസപ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ M3 റിസപ്റ്റേഴ്സ് എന്താ ചെയ്യുക? ട്രബക്കുലാർ ഔട്ട്ഫ്ലോ കൂട്ടുക ചെയ്യുക. അതിൻ്റെ മെക്കാനിസം ഞാൻ പറഞ്ഞുതരാം. ട്രബക്കുലാർ ഔട്ട്ഫ്ലോ കൂട്ടുക ചെയ്യുക. അതുപോലെ തന്നെ ട്രബക്കുലാർ മെഷ്വർക്കിൻ്റെ മേലെ ബീറ്റ-2 ഉണ്ട്. അത് ഔട്ട്ഫ്ലോ കൂട്ടുക ചെയ്യുക. മനസ്സിലായോ? അത് പക്ഷേ മൈനർ മെക്കാനിസമാണ്, ആലോചിക്കേണ്ട. ഉബ്വിയസ് ക്ലിയറൽ പാത്വേയിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നീ PG അഗോണിസ്റ്റുകൾ നിനക്ക് കൊടുക്കാം. മനസ്സിലായോ? ഉബ്വിയസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ കൂട്ടി കൊടുക്കും. ഉബ്വിയസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ കൂടിയുള്ള ഗുണം എന്താണ്? പറഞ്ഞോ? ഇത് നിങ്ങൾ ആലോചിക്കണ്ട കേട്ടോ, ഈ ഒരു ഇത് മറന്നേക്കുക. അപ്പോൾ ഉബ്വിയസ് ക്ലിയർ ഔട്ട്ഫ്ലോ കൂട്ടിയുള്ള ഗുണം എന്താ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗുകൾ ഉബ്വിയസ് ക്ലിയറൽ പാത്വേ ആണ് കൂട്ടുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിതിപ്പോൾ ഒരു ഓവർവ്യൂ നിങ്ങളോട് പറഞ്ഞത്, ഓരോ റിസപ്റ്റേഴ്സ് എവിടെ കിടക്കുന്നത് എന്നുള്ളത്. നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ട സ്ഫിങ്ക്റ്റർ പ്യൂപ്പിളിനെ കുറിച്ചാണ്. അപ്പോൾ സ്ഫിങ്ക്റ്റർ പ്യൂപ്പിളിനെ കൺട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആംഗിൾ ക്ലോസ് ആയി നിൽക്കുക എപ്പോഴാണ്? ഈ സ്ഫിങ്ക്റ്റർ പ്യൂപ്പിൾ ഇങ്ങനെ ഡയലേറ്റ് ചെയ്ത് ഇങ്ങനെ വലുതായി ഡയലേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആലോചിച്ചാൽ മതി. മസിൽ ഡയലേറ്റ് ചെയ്തെന്ന് വിചാരിക്കേണ്ട. സ്ഫിങ്ക്റ്റർ പ്യൂപ്പിലെ അങ്ങനെ ഡയലേഷനിൽ നിൽക്കുമ്പോൾ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് സ്ഫിങ്ക്റ്റർ പ്യൂപ്പിൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ നിൽക്കുന്നത്. ഇറ്റ് വിൽ ക്ലോസ് ദിസ് ആംഗിൾ. ഈ ആംഗിളിനെ ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആംഗിളിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വൃത്തിക്ക് ആ ചിത്രം മാത്രം ഇവിടെ വെച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, ഞാനത് മാത്രം വെക്കുകയാണ്, വേറെ കളറിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മക്കളെ. നോക്കിക്കോളൂ, ഇവിടെ ഇത് ഡയലേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിൽക്കുക അല്ലേ? അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? പ്യൂപ്പിൾ ഇവിടെ ഡയലേറ്റഡാണ് അല്ലേ? അപ്പോൾ നീ എന്ത് ചെയ്യണം? പ്യൂപ്പിളിൻ്റെ ഡയലേഷനെ കൺസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ എന്ത് കൊടുക്കണം? മിയോട്ടിക്സ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് ആംഗിൾ ക്ലോസ് അല്ലേ? ഈ ഐറിഡോ കോർണിയൽ ആംഗിൾ ക്ലോസ്ഡ് അല്ലേ നിൽക്കുന്നത്? സോ ഇതിപ്പോൾ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയാണല്ലോ. അവിടെ നീ എന്ത് ചെയ്യണം? പ്യൂപ്പിൾ കൺസ്ട്രിക്ഷന് മിയോട്ടിക്സ് കൊടുക്കണം. അപ്പോൾ ഈ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ത് ചെയ്യും? കുറഞ്ഞു കിട്ടും. അപ്പം അതാണ് ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റ്. സ്ഫിങ്ക്റ്റർ പ്യൂപ്പിളയുടെ മേലെ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്. ഓക്കെ, സ്ഫിങ്ക്റ്റർ പ്യൂപ്പിളയുടെ മേലെ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മിയോട്ടിക്സ്. എവിടെ? ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ പഠിക്കാൻ പോവാണ്. അപ്പോൾ സ്ഫിങ്ക്റ്റർ പ്യൂപ്പിളെ കൺസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്യൂപ്പിലറി കൺസ്ട്രിക്ഷൻ ഉണ്ടാകും. ഓക്കെ,
പ്യൂപ്പുലറി കൺസ്ട്രിക്ഷൻ ഉണ്ടാകും. പ്യൂപ്പുലറി കൺസ്ട്രിക്ഷൻ ഉണ്ടായാൽ മിയോസിസ് സംഭവിക്കുന്നു. അപ്പോൾ ആ പ്യൂപ്പുലറി ബ്ലോക്കിൽ നിന്ന് റിലീഫ് കിട്ടുന്നു. ട്രബക്കുലാർ മെഷ്വർക്കിൽ ഈ റേഡിയോ കോർണിയൽ ആംഗിളൊക്കെ ഒന്നും കൂടി ഓപ്പൺ ആകുന്നു. അപ്പോൾ അത് നമുക്ക് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. ബേസിക് മെക്കാനിസം ഞാനിപ്പോൾ പറഞ്ഞതാണ്. ശരിക്കും ഈ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ ഐറിസ് എന്ത് ചെയ്യുക സംഭവിക്കുന്ന ആ ഐറിസ് മസിൽ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു അല്ലേ. ഐറിസിൽ സ്ഫിങ്ക്ടർ പ്യൂപ്പിൽ എസ്പെഷ്യലി ഐറിസിൽ ഇത് ഇങ്ങനായി നിൽക്കുമ്പം എന്താ സംഭവിക്കുക, ആംഗിളിനെ ക്ലോസ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, ട്രബക്കുലാർ മെഷ്വർക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പം മിയോസിസ് സംഭവിക്കുന്ന സമയത്ത് ഈ ഐറിസിനെ എവേ ഫ്രം ദി ട്രബക്കുലാർ മെഷ്വർക്ക് വലിക്കുന്നു. അങ്ങനെ പ്യൂപ്പുലറി ബ്ലോക്ക് അത് പിന്നെ ഉണ്ടാവില്ല. ട്രബക്കുലാർ മെഷ്വർക്ക് ഓപ്പൺ ആകുന്നു, ഇറിഡിയോ കോർണിയൽ ആംഗിൾ ഓപ്പൺ ആകുന്നു. ഓക്കെ, സോ ബേസിക്കലി എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആംഗിൾ ക്ലോഷർ എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ പെരിഫറൽ ഐറിസ് വന്നിട്ട് ബ്ലോക്ക് ചെയ്യാണ് ട്രബക്കുലാർ മെഷ്വർക്കിനെ. അപ്പം അക്വസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജ് പ്രോപ്പറായി നടക്കുന്നില്ല. അപ്പോൾ IOP സഡനായിട്ട് റൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഈ പ്യൂപ്പുലറി ബ്ലോക്ക് ഉണ്ടാവുകയാണ് അവിടെ. ശരിക്കും ഈ അക്വസ് ഹ്യൂമറിന് പ്രോപ്പർലി പോസ്റ്റീരിയർ ചേമ്പറിൽ നിന്ന് ആൻറ്റീരിയർ ചേമ്പർ വരെ എത്തും. അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ പ്രഷർ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പ്രഷർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ പ്രഷർ ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ പോസ്റ്റീരിയർ ചേമ്പറിൽ ഇങ്ങനെ ഈ ഒരു ചേമ്പറിൽ ഈ ഒരു ചിത്രം തന്നെ നമുക്കുള്ളൂ അല്ലേ, നോക്കാം. ഈ ഒരു ചിത്രത്തിൽ ഇവിടെ പ്രഷർ ഇങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പുള്ള് കിട്ടും അല്ലേ. നമ്മുടെ ഈ ഐറിസിനൊരു പുള്ള് കിട്ടുമ്പോൾ ഐറിസ് എന്ത് ചെയ്യും, ഒന്നിങ്ങനെ വളയും അല്ലേ. ഐറിസ് ഇങ്ങനെ വളയും. ഇതിനെയാണ് ഐറിസ് ബോംബെ എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു ബ്ലോക്ക് വരിക അല്ലേ, ഇവിടെ ഒരു ബ്ലോക്ക് വരികയാണ്, ഈ ഭാഗത്തൊരു ബ്ലോക്ക് വരികയാണ്. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊന്നും ഡ്രെയിൻഡ് ആകുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റീരിയർ ചേമ്പറിൽ പ്രഷർ കൂടും. ആ പ്രഷർ കൂടുമ്പം ഈ ഐറിസ് ഒന്നങ്ങ് വളഞ്ഞു കൊടുക്കും. മനസ്സിലായോ? ദാറ്റ് ഈസ് കോൾഡ് ഐറിസ് ബോംബെ. റെഡിയാണോ? ഇത് ചിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ആൻറ്റീരിയർ ചേമ്പറിൽ പോസ്റ്റീരിയർ ചേമ്പറിൽ എന്ത് ചെയ്യും, കൂടുതൽ ഇപ്പം ഇവിടെ ബ്ലോക്ക് വരികയാണ്. ഈ ട്രബക്കുലാർ മെഷ്വർക്കിൽ ഇവിടെ ബ്ലോക്ക് വരികയാണ്. അപ്പം ഇവിടുന്ന് വരുന്ന സാധനമൊക്കെ ബ്ലോക്കായി കുടുങ്ങി കിടക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റീരിയർ ചേമ്പറിൽ പ്രഷർ കൂടുമ്പോൾ അത് ഈ ഐറിസിനെ ഒന്ന് വളയ്ക്കും. ഇങ്ങനെ വളച്ചുള്ള ഐറിസ് ആകും. ദാറ്റ് ഈസ് കോൾഡ് ഐറിസ് ബോംബെ. അപ്പോഴും നോക്കൂ, അങ്ങനെ ഐറിസ് ബോംബെ വരുമ്പോഴും ഇവിടെ ആംഗിൾ അങ്ങ് ക്ലോസ് ആയി. ഇവിടെയുള്ള ഐറിഡോ കോർണിയൽ ആംഗിൾ ക്ലോസ് ആയി. മനസ്സിലായോ? അങ്ങനെ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ വരും. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ അക്യൂട്ടായി വരുന്നൊരു സാധനമാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് ഭയങ്കര വേദനയും ഹെഡേക്കും കണ്ണിൽ വേദനയും കാര്യങ്ങളൊക്കെ തരും. അക്യൂട്ട് എമർജൻസിയാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. അപ്പം മിയോസിസ് സംഭവിക്കുമ്പോൾ ഇതാ ചിത്രം ഞാൻ വെറുതെ അവിടെ വരച്ചു. നോക്കൂ, ഇവിടെ സംഭവിക്കുന്ന കണ്ടില്ലേ, ഇതാണ് ഓപ്പൺ ആംഗിൾ. ക്ലോസ്ഡ് ആംഗിൾ ആകുന്ന സമയത്ത് ഐറിസ് ബോംബെ ഉണ്ടാകും. റെഡിയല്ലേ? അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, നമ്മളിവിടെ മിയോട്ടിക്സ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, പെരിഫറൽ ഐറിസ് എന്ത് ചെയ്യും, കുറച്ചും കൂടി പോസ്റ്റീരിയറിലോട്ട് പോകും. ഓക്കെ, പെരിഫറൽ ഐറിസ് മൂവ്സ് പോസ്റ്റീരിയർലി. അപ്പം ഇറിഡിയോ കോർണിയൽ അപ്പോസിഷൻ സംഭവിക്കും. ഓക്കെ, റിലീഫ് ഓഫ് പ്യൂപ്പുലറി ബ്ലോക്ക് ഉണ്ടാകും, ഐറിസ് ബോംബെ കൊളാപ്സ് ആയും. ഓക്കെ, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഈസ് എൻ എമർജൻസി. ഇതൊരു എമർജൻസി ആണല്ലേ. അപ്പം ഈ അക്യൂട്ട് കേസായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നേരെ പോയിട്ട് മിയോട്ടിക്സ് കൊടുക്കരുത്. കാരണം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അക്യൂട്ട് കേസിൽ അക്യൂട്ട് അറ്റാക്കിൻ്റെ സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഓൾറെഡി വെരി ഹൈ IOP ആണ്. ഇൻട്രാക്കുലർ പ്രഷർ വളരെ കൂടുതലാണ്. ആ സമയത്ത് ഓൾറെഡി ഐറിസിൻ്റെ മസിൽസൊക്കെ ഇസ്കീമിക് ആണ്. അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒന്നും കൂടി കൺസ്ട്രക്ട് ചെയ്യാൻ നിന്നാൽ ഇസ്കീമിക് ഐറിസിൻ്റെ സമയത്ത് ഇസ്കീമിക് ഐറിസ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു പൈലോകാർപ്പിൻ, അല്ലെങ്കിൽ മിയോട്ടിക്സ് ആണ്. പൈലോകാർപ്പിൻ ഈസ് എ മിയോട്ടിക്കിനോട് എന്ത് ചെയ്യില്ല, റെസ്പോണ്ട് ചെയ്യില്ല. അപ്പം നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ആദ്യം IOP കുറയ്ക്കാൻ നീ ആദ്യം കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ബീറ്റാ ബ്ലോക്കർ, അല്ലെങ്കിൽ കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, പിന്നെ ഹൈപ്പർ ഓസ്മോട്ടിക്സ്, മാനിറ്റോളൊക്കെ നമ്മൾ പഠിക്കും, ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പറയും. എന്നിട്ടേ നമ്മൾ പൈലോകാർപ്പിൻ കൊടുക്കാൻ പറ്റുള്ളൂ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ. മനസ്സിലായോ? ആംഗിളിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്യരുത്, ഈ പറയുന്ന മിയോട്ടിക്സ് കൊടുക്കരുത്. അതിന് മുമ്പൊരു സീക്വൻസ് ഉണ്ടെന്നെങ്കിൽ ബീറ്റാ ബ്ലോക്കറോ കാർബോണിക് അൻഹൈഡ്രേസോ ഇൻഹിബിറ്റേഴ്സോ കൊടുത്തിട്ട് IOP കുറയ്ക്ക്, ഇൻട്രാക്കുലർ പ്രഷർ കുറച്ചിട്ട് ആ ഇസ്കീമിക് ഐറിസിനെ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയിട്ട് നീ എന്ത് കൊടുക്കുക, പൈലോകാർപ്പിൻ അല്ലെങ്കിൽ മിയോട്ടിക്സ് കൊടുക്കുക. രണ്ടാമത്തെ സ്ട്രക്ചർ സീലിയറി മസിലാണ്. സീലിയറി മസിൽ ഇത് എവിടെ കിടക്കുന്നത് നോക്കൂ നിങ്ങൾ. ദിസ് ഈസ് സീലിയറി മസിൽ. ചിത്രം ഞാൻ മൊത്തത്തിൽ അങ്ങ് മായ്ക്കുകയാണ്.
ഓക്കെ, സീലിയറി മസിൽ കാണുന്നുണ്ടോ? ഈ ഫിഗർ നല്ലോണം നോക്ക്. സീലിയറി മസിൽ കാണുന്നുണ്ടോ? റെഡിയല്ലേ? ഓക്കെ, സീലിയറി മസിൽ നിങ്ങൾ കാണുന്നുണ്ട്. ആ സീലിയറി മസിലിനെ പ്രോപ്പറായി ശ്രദ്ധിക്കുക. ഇവിടെ ഈ സീലിയറി മസിലാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇനി ഇതിൽ സെക്കൻഡ് പോയിൻ്റാണ് സീലിയറി മസിൽ. ഓക്കെ, സീലിയറി മസിലിനെ കുറിച്ച് പറയുമ്പോൾ സീലിയറി മസിലിലും മിയോട്ടിക്സിന് പണിയുണ്ട്. പക്ഷെ ഇവിടെ വരുന്നത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മിയോട്ടിക്സ് ഹാവ് റോൾ ഇൻ ബോത്ത് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ആൻഡ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയാണെങ്കിലും ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണെങ്കിലും റോളുള്ള ഒരാൾ മിയോട്ടിക്സ് ആണ്. ഇൻ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ മിയോട്ടിക്സ് ആക്ട് ചെയ്യുന്നത് എക്സാക്ട്ലി പ്യൂപ്പിലറി ഡയലേഷന് വേണ്ടിയിട്ടാണ്, സ്ഫിങ്ക്ടർ പ്യൂപ്പിലയുടെ മേലെയാണ്. ഓക്കെ, ഇനി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ഈ മിയോട്ടിക്സ് ആക്ട് ചെയ്യുന്നത് സീലിയറി മസിലിൻ്റെ മേലെയാണ്. നമുക്ക് സംസാരിക്കാം. ഇവിടെ സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ നല്ലൊരു കാര്യമാണ്. സീലിയറി മസിലിൻ്റെ കൺട്രാക്ഷൻ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ നല്ലതാണ്. കാരണം ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ഇത് ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് സ്ക്ലീറൽ സ്പർറ് എന്ത് ചെയ്യും? ഒന്ന് വലിഞ്ഞു പോരും. സ്ക്ലീറൽ സ്പർറ് പോസ്റ്റീരിയർലി ആൻഡ് ഇൻവേർഡ് വലിയുമ്പോൾ അത് ട്രബക്കുലർ മെഷ്വർക്കിനും കൂടി വലിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, എന്താണടാ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ പ്രശ്നം? പറയ്. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയിൽ ആ ട്രബക്കുലർ മെഷ്വർക്ക് ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് പ്രശ്നം. അവിടെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു അല്ലേ, ഇറിഡോ കോർണിയൽ, അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആ മൂലക്കലാണ് ഓപ്പൺ ഈ ട്രബക്കുലർ മെഷ്വർക്ക് ഉള്ളത്. ഈ ആംഗിൾ അങ്ങ് കുറയുമ്പോൾ ഈ ആംഗിൾ അങ്ങ് ക്ലോസ് ആകുമ്പോൾ അതിലൂടെ ഡ്രെയിനേജ് നടക്കില്ല. അതാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. എന്നാൽ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഈ ട്രബക്കുലർ മെഷ്വർക്ക് ഉണ്ടല്ലോടാ, ഈ ട്രബക്കുലർ മെഷ്വർക്കിന് വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഡീജനറസി സംഭവിക്കുകയാണ്. അത് ഡീജനറേറ്റ് ആവുകയാണ്, അത് വയ്യാണ്ടാവുകയാണ്, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതാവുകയാണ്. അപ്പോൾ നീ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ ഡീജനറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുക ട്രബക്കുലർ മെഷ്വർക്ക്. അതിലൂടെ അധികം അങ്ങോട്ട് പാസ് ചെയ്യുന്നില്ല ഫ്ലൂയിഡൊന്നും. നീ എന്ത് ചെയ്യാണ്? അതിൻ്റെ ബാക്കിൽ നിന്നൊരു വലിയ അങ്ങോട്ട് വലിക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ നിന്നൊരു വലിയ അങ്ങ് വലിക്കുമ്പോൾ ഒന്നിങ്ങനെ തുറന്നു പോകും. ഒരു വല ഇങ്ങനെ തുറക്കണ മാതിരി അങ്ങ് തുറന്നു കിട്ടും. അപ്പോൾ കുറേ അക്വസ് ഹ്യൂമർ അതിലൂടെ ഡ്രെയിൻഡ് ആകും. അപ്പോൾ ഈ ബാക്കിൽ നിന്ന് വലിക്കുക ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, നീ ചെയ്തത് വളരെ സിമ്പിൾ സാധനമാണ്. ആദ്യം ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ പറയാം. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ ഇത് ലെൻസായിട്ട് കരുതുക. ലെൻസിൻ്റെ ഇവിടെ ഐറിസ് ഉണ്ട്, കണ്ടോ? ഐറിസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ സംഭവിച്ചതിന് എന്താ വെച്ചാൽ, ഇങ്ങനെയായിരുന്നു നമ്മൾ ഐറിസ് നിന്നീന്. അതിനെന്ത് ചെയ്തു? മുന്നിക്ക് വലിച്ചു മയോട്ടിക്സ്. അതിന് മുന്നിക്ക് വലിച്ചപ്പോൾ എനിക്കിത് ഓപ്പണായി കിട്ടി, ഈ ആംഗിൾ ഓപ്പണായി കിട്ടി. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ എന്തുണ്ട്? സീലിയറി മസിൽ ഉണ്ട്. ഇവിടെയാണ് ട്രബക്കുലർ മെഷ്വർക്ക് ഉള്ളത്. അപ്പോൾ ഇവനങ്ങനെ ബാക്കിക്ക് വലിക്കുമ്പോൾ ഈ ട്രബക്കുലർ ഈ വലല്ലേ ഒന്ന് വലുതായി തുറന്ന് കിട്ടി. ഒരു ബാക്കിൽ നിന്നൊരു വലി കിട്ടുമ്പോൾ, ഇവിടെ നിന്നൊരു വലി ഇങ്ങനെ കിട്ടുമ്പോൾ ഈ വല തുറന്ന മാതിരി ആലോചിക്കുക. അപ്പോൾ കൂടുതൽ ഫ്ലോ നടക്കും. ഇവിടെ ആംഗിളിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ വല കുറച്ച് ഡീജനറേറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബാക്കിൽ നിന്നൊരു വലി അങ്ങ് കൊടുത്തു, ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ട് ബാക്കിൽ നിന്ന് വലിച്ചപ്പം ഒന്നിങ്ങനെ വിട്ടിരുന്നു. ദാറ്റ് ഈസ് ദ പോയിന്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീലിയറി മസിലിൽ ആക്ട് ചെയ്യുന്ന മിയോട്ടിക്സ് കൊടുക്കുന്നത്. സോ മിയോട്ടിക്സ് വിൽ കൺട്രാക്ട് സീലിയറി മസിലേ. അപ്പം എന്ത് ചെയ്യും? സ്ക്ലീറൽ സ്പർറ് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ഇതാണ് സംഭവം. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സീലിയറി ബോഡി, അല്ലെങ്കിൽ അവിടെയാണ് സീലിയറി മസിലുള്ളത്. ഇവിടെയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ കണ്ടോ ഒരു ഉണ്ട, കണ്ടോ? ഈ ഉണ്ട കണ്ടില്ലേ? ഇതാണ് സ്ക്ലീറൽ സ്പർറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്ലീറൽ സ്പർറ് ഇങ്ങോട്ട് ബാക്കോട്ട് വലിയും. അത് വലിയുമ്പോൾ ഈ ട്രബക്കുലർ മെഷ്വർക്ക് ഒന്ന് വീതി കൂടൂലേ? ഇതിൽ ഓരോ വല ഒന്ന് വലുതാവും. അപ്പോൾ കുറച്ചുകൂടി ഡ്രെയിനേജ് ഉണ്ടാവും. എന്ത് രസമുള്ള കൺസെപ്റ്റാല്ലേ! ഇതെവിടെ നിന്ന് കിട്ടുമോ? നല്ല രസമുള്ള കോൺസെപ്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ദ പോയിന്റ്. അത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി. മിയോട്ടിക്സിന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിലും ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിലും പണിയുണ്ട്. ഒന്നൊരു സ്ഫിങ്ക്ടർ പിപ്പിലയുടെ മേലെ ആക്ട് ചെയ്യുന്നു, ഒന്നൊരു സീലിയറി മസിലിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നു. റെഡി. അപ്പോൾ സ്ക്ലീറൽ സ്പർറ് എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് ലൈക്ക് റിഡ്ജ് ഓഫ് സ്ക്ലീറ അറ്റ് ദി ജംഗ്ഷൻ ഓഫ് കോർണി ആൻഡ് സ്ക്ലീറ. ഇതാണ് സാധനം. എഴുതി പഠിക്കേണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന സാധനം നിങ്ങളെ സെൻസിൽ കയറാനാണ്. നോക്കൂ, ഇറ്റ് സെർവ് ആസ് ആൻ ആങ്കർ പോയിന്റ് ഫോർ ബോത്ത് സീലിയറി മസിൽ ആൻഡ് ട്രബക്കുലർ മെഷ്വർക്ക്. രണ്ടും ഇവിടെ ആങ്കർ ചെയ്യുന്നുണ്ട്, രണ്ടിനും ഇവിടെ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ മസിൽ അങ്ങ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വലിഞ്ഞ് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ എസ്പെഷ്യലി
അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ട്രബക്കുലർ മെഷ്വർക്ക് ഡീജനറേറ്റഡാണ്. ഇറ്റ് ഈസ് ഫങ്ഷണലി ഇന്നെഫിഷ്യൻറ്റ്, ഫങ്ഷണൽ അല്ല. അതുകൊണ്ട് തന്നെ ആംഗിൾ ഇവിടെ ഓപ്പണാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡ്രെയിനേജ് പ്രോപ്പറായി നടക്കുന്നില്ല ബിക്കോസ് ഓഫ് ട്രബക്കുലർ മെഷ്വർക്ക് ഡീജനറേറ്റഡ് ആണ്. അപ്പോൾ നീ എന്ത് ചെയ്യുന്നു, സീലിയറി മസിലിനെ അങ്ങ് കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ട്രബക്കുലർ മെഷ്വർക്കിനെ ഫോഴ്സ് ചെയ്യും, അപ്പോൾ അത് ഓപ്പൺ ആകും, അതിലൂടെ ഡ്രെയിനേജ് അങ്ങ് കൂടും. അതുകൊണ്ട് തന്നെ മിയോട്ടിക്സ് ആർ യൂസ്ഫുൾ ഇൻ ബോത്ത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആൻഡ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. റെഡിയല്ലേ? വൈഡനിങ് ഓഫ് ട്രബക്കുലർ സ്പേസസ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് സ്ക്ലെംസ് കനാൽ. റെഡിയല്ലേ? നൗ അടുത്തതാണ് സീലിയറി ബോഡിയിൽ തന്നെ നിങ്ങൾക്കറിയാം അവിടെ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്. β2 റിസപ്റ്റേഴ്സ് ഉണ്ട്, α2 റിസപ്റ്റേഴ്സ് ഉണ്ട്, ദെൻ വെസൽ വാളിൽ α1 റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? α1 അഗോണിസ്റ്റ് കൊടുക്കാം, α2 അഗോണിസ്റ്റ് കൊടുക്കാം, β2 സെക്രീഷൻ കൂട്ടുക ചെയ്യുക. അപ്പോൾ നീ എന്ത് ചെയ്യുക, കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബീറ്റ ബ്ലോക്കർ കൊടുക്കുക. പിന്നെ കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറഞ്ഞ എൻസൈം, അത് സെക്രീഷൻ കൂട്ടുക ചെയ്യുക, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുക. ഇതൊക്കെ അക്വസിൻ്റെ സെക്രീഷനെ കുറയ്ക്കുന്ന ആൾക്കാരാണ്, അക്വസ് ഹ്യൂമറിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ആൾക്കാരാണ്. ബീറ്റ ബ്ലോക്കർ, α1 α2 അഗോണിസ്റ്റുകൾ, കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. മനസ്സിലായോ? അപ്പം മിയോട്ടിക്സ് പഠിച്ചു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. നമ്മൾ പൊതുവേ ക്ലാസ്സിൽ ആദ്യം എക്സാമ്പിൾസ് പഠിച്ചിട്ടാണ് വരില്ല. ഇവിടെ ഞാൻ ഇതിനെ വേറെ രീതിയിൽ റീസ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം ഏതൊക്കെയാണെന്ന് പറയൂ. മിയോട്ടിക്സ് പറയണം, ഇനി നിങ്ങൾക്ക് ബീറ്റ ബ്ലോക്കർ ഏതൊക്കെയാണെന്ന് പഠിക്കണം, α1 ആൻഡ് α2 അഗോണിസ്റ്റ് ഏതാണെന്നുള്ളത് പഠിക്കണം, കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ഏതാണെന്ന് പഠിക്കണം. ഇവരാണ് ഗ്ലോക്കോമനെ കൺട്രോൾ ചെയ്യുന്ന ഡ്രഗ്. ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ് ഏതാണെന്ന് വെച്ചാൽ റെഡിയല്ലേ? മിയോട്ടിക്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, α1 α2 അഗോണിസ്റ്റുകൾ, കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. റെഡി? ഇവരെന്താ ചെയ്യുക? സീലിയറി എപ്പിത്തീലിയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ റിസപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി. ഓരോ സ്ഥലത്തുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ആലോചിക്കുക. സീലിയറി എപ്പിത്തീലിയത്തിൽ β2 α2 ഉണ്ട്. β2 എന്താ ചെയ്യുക? സെക്രീഷൻ കൂട്ടുക ചെയ്യുക. അപ്പോൾ അതിനെ കുറയ്ക്കാൻ ബീറ്റ ബ്ലോക്കർ കൊടുക്കുക. α2 സെക്രീഷൻ കുറയ്ക്കുക ചെയ്യുക. അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് α2 അഗോണിസ്റ്റ് കൊടുക്കുക. കൂട്ടാനല്ല, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സീലിയറി വെസൽസിൽ α1 ആണ്. അപ്പോൾ ഈ സാധനങ്ങൾ മനസ്സിലായി. പിന്നെ കാർബോണിക് അൻഹൈഡ്രേസ് ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിയോട്ടിക്സ് അല്ലേ? റെഡിയല്ലേ? അപ്പം സെക്രീഷൻ ഓഫ് അക്വസ് ഹ്യൂമർ സീലിയറി എപ്പിത്തീലിയത്തിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരങ്ങൾ പഠിച്ചു. ഓക്കെ, α1 α2 അഗോണിസ്റ്റ്. ഇതിങ്ങനെ തന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, ഇത് കിട്ടൂലടാ, ഇതൊന്നും ഇവരാണ് ഇതിലുള്ളതെന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, അതിനോണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ നേരത്തെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോസ്റ്റാഗ്ലാൻഡിന്. ഇതാ അവിടെ ഈ റിസപ്റ്റേഴ്സ് പറഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇത് ഉവ്യോസ് ക്ലിയറൽ പാത്വേയിലാണ്. അപ്പോൾ PG അനലോഗ്സും ഉണ്ട്. മനസ്സിലായോ? ഇത്ര ഡ്രഗ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതിൻ്റെ അണ്ടറിൽ ഓരോരുത്തരുടെ പേരെ പഠിക്കാനും നിങ്ങൾക്കുള്ളൂ. ഇനി ഞാൻ അടുത്ത് പറയുന്നത് എങ്ങനെയാണ് എക്സാക്ട്ലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെക്കാനിസം ഒന്ന്, അക്വസ് ഹ്യൂമറിൻ്റെ സെക്രീഷൻ ഇവർ പ്രോപ്പറായിട്ട് കുറയ്ക്കുന്നു. കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ബൈകാർബണേറ്റിൻ്റെ ഫോർമേഷൻ കുറയ്ക്കുന്നു. ബീറ്റ ബ്ലോക്കേഴ്സ് എന്ത് ചെയ്യുന്നു? സൈക്ലിക് AMP കുറയ്ക്കുന്നു. ദിസ് ഈസ് ഒരു കുറച്ച് എക്സ്ട്രാ ആയിട്ട് പറയുകയാണ്, വേണമെന്നില്ല. ബേസിക്കലി സംഭവിക്കുന്ന അക്വസ് പ്രൊഡക്ഷൻ കുറയുന്നു, IOP കുറയുന്നു. α1 ആണ് ഈ വാസോ കൺസ്ട്രക്ഷൻ ഓഫ് സീലിയറി വെസൽസ് ഉണ്ടാക്കുന്നത്. സെക്രീഷൻ കുറയ്ക്കുന്നത് α2. ബീറ്റ ബ്ലോക്കേഴ്സ് ഇത് ചെയ്യുന്നു. ദെൻ ഇവൻ എന്താ ചെയ്യുന്നത്? കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. അപ്പം ക്രോണിക്കായിട്ട്, കാരണം ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് കുറച്ച് കാലം പ്രോഗ്രസീവായിട്ട് വയസ്സൊക്കെ ആയിട്ട് വരുന്നത്. കാരണം ഡീജനറസി അല്ല ട്രബക്കുലർ മെഷ്വർക്കിൻ്റെ, കുറേയൊക്കെ പ്രോഗ്രസീവായി വരുന്ന എൽഡർലി ആയിട്ടുള്ള ആൾക്കാരിൽ വരുന്നൊരു കണ്ടീഷനാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ആ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമക്ക് ക്രോണിക്കായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, നൗ ഉവ്യോസ് ക്ലിയറൽ പാത്വേനെ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ് പ്രോസ്റ്റാഗ്ലാൻഡിൻസും അഡ്രിനലിനുമാണ്, അല്ലെങ്കിൽ ആൽഫ അഗോണിസ്റ്റുമാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗാണ്. കാരണം നോർമൽ പാത്വേ നമ്മൾ പറയുമ്പം അക്വസ് പാസ് ത്രൂ ഈ ഉവ്യോസ് ക്ലിയറലാട്ടോ പറയുന്നത്. സീലിയറി മസിലിലൂടെ പോയിട്ട് സുപ്രാ കൊറോയിഡൽ സ്പേസ് കയറിയിട്ട് എപ്പിസ് ക്ലിയറൽ വെസലിലേക്ക് എത്തുകയാണ് ചെയ്യാം. ആ ഉവ്യോസ് ക്ലിയറൽ പാത്വേ ആൻഡ് ഓൾസോ ട്രബക്കുലർ പാത്വേ, ഈ ഉവ്യോസ് ക്ലിയറൽ പാത്വേയിൽ എഫക്റ്റ് ചെയ്യുന്ന ഡ്രഗാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്. പഠിച്ചു വെക്കുക, ഇതൊക്കെ MCQ പോയിൻ്റാടാ. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് റിപ്പീറ്റഡ് ആയിട്ട് MCQ നീറ്റ് PGയിലൊക്കെ ചോദിച്ചതാണ്. PGF12 അപ്പോൾ ലെറ്റനോപ്രോസ്റ്റ്, അത് പ്രോസ്റ്റുകൾ എവിടെ അഫക്റ്റ് ചെയ്യുക? ഉവ്യോസ് ക്ലിയറൽ പാത്വേ. ഉവ്യോസ് ക്ലിയറൽ പാത്വേയിൽ ഓക്കെ റെഡിയല്ലേ? ഇറ്റ് ഇൻക്രീസസ് ഉവ്യോസ് ക്ലിയറൽ പാത്വേ. അങ്ങനെ ഡ്രെയിനേജ് കൂട്ടും. എങ്ങനെയാണ് ഇത് ഉവ്യോസ് ക്ലിയറൽ പാത്വേയിൽ ടിഷ്യൂ പെർമിയബിലിറ്റി കൂട്ടുക ചെയ്യുന്നത്? ആ ടിഷ്യൂ പെർമിയബിലിറ്റി കൂട്ടുമ്പോൾ ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് നടക്കും. റെഡിയല്ലേ? ടിഷ്യൂ പെർമിയബിലിറ്റി കൂട്ടുന്നു, പ്രഷർ ഗ്രേഡിയൻ്റ് മോഡിഫൈ ചെയ്യുന്നു. ഇതാണ് ഉവ്യോസ് ക്ലിയറൽ പാത്വേ. കണ്ടോ? ഉവ്യോസ് ക്ലിയറൽ പാത്വേ.
സീലിയറി മസിൽ കയറുന്നു, സ്ക്ലീറ സുപ്രാകൊറോയിഡൽ സ്പേസ് എപ്പിസ്ക്ലീറൽ വെസൽസിലോട്ട് പോകുന്നു. അടുത്തത് ട്രബക്കുലാർ മെഷ്വർക്കിൽ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുന്നത് അഡ്രിനാലിനാണ്, എസ്പെഷ്യലി ബീറ്റ-2 അഗോണിസ്റ്റ്. ബീറ്റാ ബ്ലോക്കേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. എവിടെ അക്വസ് ഹ്യൂമറിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ആൾക്കാർ. ഇവിടെ അക്വസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജിനെ കൂട്ടാൻ ബീറ്റ-2 അഗോണിസ്റ്റുകൾ വരുന്നുണ്ട്. ആര്? അഡ്രിനാലിൻ. അത് അക്വസ് കണ്ടക്ടിവിറ്റി കൂട്ടിയിട്ടാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ട്രബക്കുലാർ മെഷ്വർക്കിൽ ബീറ്റ-2 അഗോണിസ്റ്റ്. പക്ഷെ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സിനെ കുറിച്ചേ പഠിക്കുള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് എന്താ? മിയോട്ടിക്സ് ശരിക്കും കൂട്ടുന്നത് എന്താണ്? മിയോട്ടിക്സ് ബൈ കൺസ്ട്രക്ഷൻ ഓഫ് ഐറിസ് ട്രബക്കുലാർ ഫ്ലോ കൂട്ടുന്നു, ആ ആംഗിൾ ഓപ്പൺ ആക്കിയിട്ട്. ഇനി സീലിയറി മസിൽ ബാക്കിക്ക് വലിച്ചിട്ടും ട്രബക്കുലാർ മെഷ്വർക്ക് കൂട്ടുന്നു. ബീറ്റ ബ്ലോക്കേഴ്സും കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സും ആൽഫ-2 അഗോണിസ്റ്റൊക്കെ അക്വസ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. ഉവിയോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ പ്രോസ്റ്റാഗ്ലാൻഡിൻ. അഡ്രിനാലിൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഒന്ന്, ഈ ഔട്ട്ഫ്ലോ കൂട്ടുന്നത് ബൈ ബീറ്റ-2 ആക്ഷൻ, സെക്രീഷൻ കുറയ്ക്കുന്നത് ആൽഫ-2 അഗോണിസ്റ്റ് ആക്ഷൻ, അല്ലേ? അപ്പോൾ ഡ്യുവൽ ആക്ഷൻ ഉള്ള ആളാണ് അഡ്രിനാലിൻ. ഇറ്റ് വിൽ ഡിക്രീസ് സെക്രീഷൻ, ഇൻക്രീസ് ഔട്ട്ഫ്ലോ. അപ്പോൾ അതൊരു MCQ ക്വസ്റ്റ്യൻ അല്ലേ? ഡ്യുവൽ ആക്ഷൻ ഉള്ള ആളാരാ? റെഡി അല്ലേ? സോ അതാണ് നമ്മളിഞ്ഞ് പഠിക്കാൻ പോകുന്നത്. സോ മിയോട്ടിക്സ് ഐറിസിൻ്റെ മേലെയും സീലിയറി മസിലിൻ്റെ മേലെയും, സീലിയറി മസിൽ ബാക്കിൽ നിന്ന് വലിക്കുന്നു, ഐറിസ് മുന്നിൽ നിന്ന് വലിക്കുന്നു എന്ന് ആലോചിക്കുക. ട്രബക്കുലാർ ഔട്ട്ഫ്ലോ കൂട്ടുന്നു. ബീറ്റ ബ്ലോക്കേഴ്സ് ട്രബക്കുലാർ അക്വസ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. ആൽഫ-2 അഗോണിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു, ഉവിയോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ കൂട്ടുന്നു. കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് സെക്രീഷൻ കുറയ്ക്കുന്നു. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉവിയോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ കൂട്ടുന്നു. അഡ്രിനാലിന് പ്രൊഡക്ഷനും കുറയ്ക്കുന്നുണ്ട്, ഔട്ട്ഫ്ലോയും കൂട്ടുന്നുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഈ ഓരോ ഹെഡിങ്. ഞാൻ ആദ്യം പറയുന്നത് ബീറ്റ ബ്ലോക്കേഴ്സ്, പിന്നെ പറയുന്നു ആൽഫ അഗോണിസ്റ്റ്, പിന്നെ പറയുന്നു പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്, പിന്നെ പറയുന്നു കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, മിയോട്ടിക്സ്. നമ്മൾ ആദ്യം പറഞ്ഞത് മിയോട്ടിക്സിനെ കുറിച്ചാണ്. സോ മിയോട്ടിക്സ് എക്സാമ്പിൾസ് ആരൊക്കെ? പൈലോകാർപ്പിൻ, ഫൈസോസ്റ്റിഗ്മിൻ, എക്കോതയോഫേറ്റ്. നിങ്ങൾക്ക് അറിയുന്ന ഡ്രഗുകൾ തന്നെയല്ലേ മിയോട്ടിക്കുകൾ? നിങ്ങൾ പഠിച്ച ഡ്രഗുകൾ തന്നെയല്ലേ? പൈലോകാർപ്പിൻ, ഫൈസോസ്റ്റിഗ്മിൻ, എക്കോതയോഫേറ്റ്. നൗ എടുത്ത് നമുക്ക് എന്ത് പറയാം? ബീറ്റ ബ്ലോക്കേഴ്സ്, ടിമലോള്, ബീറ്റാക്സലോൾ. ഞാനിങ്ങനെ പറയാം, കാലിക്കറ്റിലെ ബേട്ട അല്ലേ? കാലിക്കറ്റിലെ ബേട്ട അല്ലേ? കാലിക്കറ്റ് പറയുമ്പോൾ സി ഏതാ? കാർട്ടിയലോൾ. എല്ലെന്താ? ലിവോബനലോൾ. ടി എന്താ? ടിമലോൾ, ബിറ്റാക്സലോൾ. ഒന്നും ഓർമ്മയില്ലെങ്കിൽ ഇവർ രണ്ടാളെങ്കിലും ആലോചിക്കുക. ടിമലോൾ, ബീറ്റാക്സലോൾ. റെഡിയല്ലേ? കാർട്ടിയലോൾ, ലിവോബിനലോൾ. ബീറ്റ ബ്ലോക്കേഴ്സ്. ആൽഫ-2 അഗോണിസ്റ്റ് ഡിപ്പിവെഫ്രിൻ, ബ്രൈമോണിഡിൻ, അപ്രാക്ലോണിഡിൻ. ക്ലോണിഡിൻ എന്ന് വരുന്നതാണ് ബ്രൈമോണിഡിനും അപ്രാക്ലോണിഡിനും. ഡിപ്പിവെഫ്രിൻ, ക്ലോണിഡിൻ, അപ്രാക്ലോണിഡിൻ, ബ്രൈമോണിഡിൻ. ഇനി പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സിൻ്റെ അവസാനം പ്രോസ്റ്റ് ഉണ്ടാവും. ലെറ്റനോപ്രോസ്റ്റ്, ട്രാവോപ്രോസ്റ്റ്, ബിമാറ്റോപ്രോസ്റ്റ്. കാർബോണിക് അൻഹൈഡ്രേറ്റ് അസെറ്റസോളമൈഡ്, ഡോർസോളമൈഡ്, ബ്രിൻസോളമൈഡ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ പറയുക? ഞാനിവിടെ ഹെഡിങ് നോക്കണേ, ടോപ്പിക്കൽ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അസെറ്റസോളമൈഡ് എഴുതാത്തത്. കാരണം ഇതൊരു ഓറൽ ഡ്രഗ് അസെറ്റസോളമൈഡ്. അപ്പോൾ ഇത് ഇവിടെ വേണ്ട. നമ്മൾ ടോപ്പിക്കൽ ഡ്രഗ്സ് ഓഫ് ഗ്ലോക്കോമ, ആ ഹെഡിങ്ങും കൂടി ശ്രദ്ധിക്കണം. വി ആർ ടോക്കിംഗ് അബൌട്ട് ടോപ്പിക്കൽ ഡ്രഗ്സ് ഫോർ ഗ്ലോക്കോമ. മനസ്സിലായോ? ഓറലി കൊടുക്കുന്ന അസെറ്റസോളമൈഡ് ഇവിടെ വന്നിട്ടില്ല, ഈവൻ ദോ ഇറ്റ് ഇസ് എ കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. മനസ്സിലായോ? ഡോർസോളമൈഡ്, ബ്രിൻസോളമൈഡ്. റെഡിയല്ലേ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ്. പക്ഷേ ഞാനിവിടെ നിർത്തുന്നില്ല. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ക്ലാസിഫൈ ചെയ്യാൻ പോവുക. ക്ലാസിഫിക്കേഷൻ അല്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ ഡ്രഗ് മാനേജ്മെൻറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയുടെ മാനേജ്മെൻറ്റ്. ഇങ്ങനെ 2 വീഡിയോയും കൂടി ഉണ്ടാകും. സോ ഇതാണ് ബേസിക് വീഡിയോ. ഇത് നിങ്ങൾക്ക് കാര്യം കത്തിയില്ലേ? എസ്പെഷ്യലി ഈ മിയോട്ടിക്സിൻ്റെ കാര്യങ്ങൾക്ക് എല്ലാം കത്തിയിട്ടുണ്ടാകും. ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ വരുന്നത് എന്നുള്ളത്. റിസപ്റ്റർ എവിടെയാണെന്ന് മനസ്സിലാക്കുക. റിസപ്റ്റർ കാരണം എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. മസിൽ, ആ ആംഗിൾ എന്താണ്, ഈ ഓരോന്നിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് അറിഞ്ഞു വെക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ്. ഇനി നമ്മൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ ഡ്രഗ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ഈ പറഞ്ഞ ഡ്രഗ്സ് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.